അത് റേക്കി പിശാചിൻ്റെ വിദ്യയാണെന്ന് പറയുന്നത് എന്ന് പറയുന്നത് പള്ളിയിൽ അച്ഛന്മാർ എൻ്റെ അടുത്ത് റേക്കി പഠിച്ച അച്ഛന്മാരുണ്ട്. റേക്കി കൊണ്ട് തന്നെ ജ്ഞാന വഴി പൂർത്തിയാക്കാൻ. റേക്കി കൊണ്ട് ജ്ഞാന വഴിയിലേക്ക് പോകാം. ആ റേക്കി അതിശക്തി ഉപാസനയാണല്ലോ. അതിലൂടെ നമ്മൾ ജ്ഞാനദീക്ഷയൊക്കെ കൊടുക്കുന്നുണ്ട്. പറഞ്ഞാൽ ആ ജ്ഞാനം ഉള്ള ഒരാൾക്കേ പറ്റുള്ളൂ. ബുദ്ധനൊക്കെ നമുക്ക് പ്രത്യക്ഷമാണ്. ബുദ്ധനിലൂടെ ആ ജ്ഞാനവിദ്യ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അഖണ്ഡബോധം ആദിശക്തിയായിട്ട് ചേർന്നാണ് ഇങ്ങനെ ഐക്യപ്പെട്ടത്. ആ നില നമ്മളിലെ ആദിശക്തി, നമ്മളിലെ ശക്തിയും ബോധവും ഐക്യപ്പെടുമ്പോഴാണ് അത്ഭുതം എന്നങ്ങനെ ഒരു വാക്ക് പറയേണ്ട ആവശ്യമില്ല. റേക്ക് ഇപ്പം ഞാൻ ചെയ്താൽ മാത്രമല്ല, ഇപ്പോൾ താങ്കൾ പഠിച്ചിട്ട് നാളെ ചെയ്താലും ആദ്യമൊക്കെ ഒരു അത്ഭുതം പോലെ തോന്നും. ഇതെങ്ങനെ ഇത് മാറുക എന്നൊക്കെ തോന്നും. പിന്നെ എനിക്ക് തോന്നണം, ഞാൻ ഈ വേദാന്തവും നമ്മുടെ ആത്മവിദ്യയും ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും. പിന്നെന്താ, നമ്മളിപ്പോൾ ഫസ്റ്റ് ലെവൽ പഠിച്ചിട്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച പഠിച്ചവർക്ക് പോലും അവർക്ക് വല്ലാത്ത ഫീലിങ്ങും, അവർക്ക് ഒരാൾ വന്നിട്ട് എന്തോ ഭയങ്കര അസ്വസ്ഥയൊക്കെയായിരുന്നു. അവർക്ക് പറഞ്ഞപ്പോൾ എനിക്ക് 90% ഇപ്പോൾ മാറി എന്ന് പറഞ്ഞു. ഒരാഴ്ച കണ്ട് അയാളവർ ചെയ്ത് തുടങ്ങിയിട്ട് തന്നെ സെൽഫ് ഹീലിങ്. ഈ സെൽഫ് ഹീലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധനയും ഹീലിങ്ങും ഒന്നാണ്. ഇതിൻ്റെ നമ്മുടെ ശരീരത്തിൽ കൈവച്ച് ഈ റേക്കി പ്രവഹിപ്പിച്ച സാധന വേറെ ആൾക്ക് കൊടുത്ത ഹീലിങ്. അത് നിങ്ങൾക്കിപ്പം മരങ്ങൾക്ക് കൊടുക്കാം, മൃഗങ്ങൾക്ക് കൊടുക്കാം, ഭൂമിക്ക് കൊടുക്കാം, അതിർത്തിയിൽ വെക്കണ പട്ടാളക്കാർക്ക് കൊടുക്കാം. ഇപ്പോൾ ദേവതകൾക്ക് റേക്കി ചെയ്യാൻ വേണമെങ്കിൽ ഇപ്പോൾ അമൃതാനന്ദ മിഷനിലെ ഒരു ശിഷ്യനുണ്ട് എൻ്റെ, പണ്ട് പഠിച്ചതാണ്, സെക്കൻഡ് ലെവൽ പഠിച്ചത്, ഒരുപാട് സീനിയറാണ്. അങ്ങനെ അവരുടെ ഒരു തിരുവനന്തപുരത്ത് ഒരു കേന്ദ്രത്തിൻ്റെ ഡയറക്ടറാണ്, ബ്രഹ്മചാരിയാണ്. അങ്ങനെ കുറച്ച് കാലം ഇടക്കാലൊരു ഗൃഹസ്ഥനായി പുള്ളി. അവർ നല്ല നമ്മുടെ ശിഷ്യനായിരുന്നു, നല്ല ഒരു സ്ത്രീയായിരുന്നു. അവർ മരിച്ചു. അവർ പറഞ്ഞിട്ടാണ് മരിച്ചത്. മരിച്ചു പറഞ്ഞാൽ ആത്മഹത്യ അല്ല കേട്ടോ. ഞാനങ്ങ് നേരത്തെ പോവും, ചേട്ടനങ്ങനെ അമ്മയുടെ കൂടെയൊക്കെ നടന്നങ്ങ് ജീവിച്ചോളാം പറഞ്ഞാൽ അവർ സാധനം വലിയ സാധനം ചെയ്തു. അവരൊരു ദിവസം അങ്ങനെ സാധനമൊക്കെ ചെയ്ത് അങ്ങ് പോയി. അങ്ങനെ ഇപ്പോൾ 2 മണിക്കൂർ രാവിലെയും 2 മണിക്കൂർ വൈകുന്നേരം ഇരുന്ന് റേക്കി ചെയ്യും. മന്ത്രമൊക്കെ 5 കോടിയൊക്കെ ചോദിച്ചിട്ടുള്ള ആളാണ്. പുള്ളി പറഞ്ഞാൽ ഇത്രയും സുഖമുള്ളൊരു ഏർപ്പാട് ഈ റേക്കി പോലെ വേറെ ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അതായത് വേറെ സാധനങ്ങൾ ഇപ്പോൾ അദ്ദേഹം ചിന്മയ മിഷനിലുണ്ടായിരുന്നു. ചിന്മയാനന്ദ സ്വാമിയുടെ കൂടെ പഠിച്ച ആളാണ്. ഹരേരാമയിൽ പോയിട്ടുണ്ട്. ഇപ്പോൾ അമ്മയുടെ ശിഷ്യനായിട്ട് അവരുടെ മന്ത്രം ഇതൊക്കെ 5 കോടി 6 കോടിയൊക്കെ ജയിച്ചിട്ടുള്ള ആളാണ്. അതിന് സുഖമില്ല എന്നല്ല, പക്ഷേ അദ്ദേഹം പറഞ്ഞ അതിനേക്കാളൊക്കെ ആനന്ദകരമായ, അദ്ദേഹം ഇപ്പോൾ എന്നോടൊരു നിർദ്ദേശം വെച്ചേക്കുവാണ്. ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ അത് പോപ്പുലറായിട്ട് ഇപ്പോൾ ചെയ്യണില്ല. റേക്കി കൊണ്ട് തന്നെ ജ്ഞാന വഴി പൂർത്തിയാക്കാൻ. റേക്കി കൊണ്ട് ജ്ഞാന വഴിയിലേക്ക് പോകാം. ആ റേക്കി അതിശക്തി ഉപാസനയാണല്ലോ. അതിൽ പൂർണ്ണമായിട്ടുള്ള ജ്ഞാന വഴി നമ്മൾ റേക്കിയിലൂടെ ബൗദ്ധതന്ത്രത്തിൽ, ബൗദ്ധ ദർശനത്തിലൂടെ ഉപയോഗിച്ച്, ഇത്തവണ നമ്മൾ ക്യാമ്പിലെടുത്ത ഒരു വിഷയം തന്നെ അതാണ്. അതായത് റേക്കിയുടെ ജ്ഞാന വഴി, അതിലൂടെ നമ്മൾ ജ്ഞാനദീക്ഷയൊക്കെ കൊടുക്കുന്നുണ്ട്. പറഞ്ഞാൽ ആ ജ്ഞാനം ഉള്ള ഒരാൾക്കേ പറ്റുള്ളൂ. ഇപ്പോൾ എല്ലാ മാസ്റ്റർമാർക്കും റേക്കിയിൽ ജ്ഞാന വഴിയിൽ ദീക്ഷ കൊടുക്കാൻ പറ്റില്ല. നമ്മൾ ആ നിലയിൽ ജ്ഞാനം ആർജിച്ച ഒരാളെന്നല്ല. ബുദ്ധനൊക്കെ നമുക്ക് പ്രത്യക്ഷമാണ്. ബുദ്ധനിലൂടെ ആ ജ്ഞാനവിദ്യ നമുക്ക് ലഭിച്ചിട്ടുണ്ട്, ആ ദീക്ഷയുണ്ട് നമുക്ക്. അപ്പം നമ്മളിപ്പോൾ ഇത് പറയുമ്പോൾ ഒരു തമാശ പോലെ തോന്നാം. നമുക്ക് എൻ്റെ ജ്ഞാന ദീക്ഷ എനിക്ക് തന്നേക്കുന്ന തിരുമൂലൊരു ഗുരുവാണ്. 18 സിദ്ധന്മാരിലെ വലിയൊരു ഗുരുവാണ്. അദ്ദേഹമാണ് എനിക്ക് ജ്ഞാനദീക്ഷ തന്നെ. അപ്പോൾ അത് സദാശിവം വന്ന് നിന്ന് ഓരോരുത്തരെ കൊണ്ടാണ് ചെയ്യിപ്പിക്കണം. ഓരോരുത്തർ ഇപ്പോൾ ജ്ഞാന വഴിയിൽ ഒരുപാട് ജ്ഞാനദീക്ഷകളുണ്ട്. അതിന് പേര് തന്നെ, അതിനൊക്കെ ഒരു പേരൊക്കെ ഉണ്ട്. അത് നമ്മൾ പുസ്തകത്തിലൊന്നുമില്ല. പുസ്തകത്തിൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചില ഗ്രന്ഥങ്ങളിലൊക്കെ, ജ്ഞാനഗ്രന്ഥങ്ങളിലൊക്കെ ഉണ്ടാവാം. പക്ഷെ അത് എങ്ങനെയാണ് ചെയ്യണേന്നറിയില്ല. നമ്മൾ തന്ത്രത്തിൽ ശക്തിപാത ദീക്ഷയില്ലേ, ശക്തിപാതം എന്ന് പറഞ്ഞാൽ ആദിശക്തിയെ നമ്മളിലേക്ക് കൊണ്ടുവരികയാണ്. അതാണ് ദീക്ഷ. ശക്തിപാതനം എന്നും പറയും. ഇപ്പോൾ ശ്രീവിദ്യാദീക്ഷയൊക്കെ പൂർണ്ണദീക്ഷയൊക്കെ കൊടുക്കുമ്പോൾ ശക്തിപാതനാണ്. ഇപ്പം നമ്മൾ റേക്കിയിലും ശക്തിപാതന ദീക്ഷയാണ് ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി, മാസ്റ്റർ ഡിഗ്രിയിൽ കൊടുക്കണേ. മാസ്റ്റർ ആക്കുക എന്ന് പറഞ്ഞാൽ ഗുരു ആക്കുവാണ്. അത് 2ആയിട്ടൊക്കെ തന്നെ പഠിപ്പിക്കണം. നമ്മളങ്ങനെ അർഹതയുള്ള ആളുകൾ അവർ പഠിച്ചാൽ മതി എന്നുള്ളതാണ് നമ്മുടെ ഒരു രീതി. ബുദ്ധനോടൊക്കെ ചോദിക്കും നമ്മൾ, ഇവനെ പഠിപ്പിക്കണോ അല്ലെങ്കിൽ ആക്കണോ? കാരണം അത്ര ചിലർക്കൊന്നും അത്ര ആവശ്യം ചോദിക്കുമോ? അത് ബുദ്ധന നമുക്ക് പ്രത്യക്ഷമാണല്ലോ. അവർ ആ ഗുരുക്കന്മാർ പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ആ ജ്ഞാനദീക്ഷ ബുദ്ധ സമ്പ്രദായത്തിലാണ് റേക്കി നിൽക്കുന്നത്. മിക്കാവുസു എന്ന് പറഞ്ഞ ആൾ ബുദ്ധനായിരുന്നു. അപ്പോൾ ആ ജ്ഞാനബുദ്ധത്വം എന്ന് പറയില്ലേ, ബുദ്ധന്റെ വഴിയാണ് ഈ റേക്കി എന്ന് പറഞ്ഞാൽ ബുദ്ധൻ്റെ വഴിയാണ്. ബുദ്ധ സമ്പ്രദായം എന്ന് തന്നെ പറയാൻ വേണ്ടി ബുദ്ധൻ്റെ ജ്ഞാന വഴിയാണ് ശരിക്കും റേക്കി. അതിൽ ഹീലിങ്ങും ചെയ്യാം. റേക്കിക്ക് അതാണ് ഈ തന്ത്രത്തിൻ്റെ മുഴുവൻ പ്രയോജനവും റേക്കി കൊണ്ട് ചെയ്യാം, ജ്ഞാനത്തിൻ്റെ വഴിയും റേക്കി കൊണ്ട് ചെയ്യാം. അതായത് സാധന മാത്രം ചെയ്ത് ജ്ഞാനത്തിലേക്കും വേണമെങ്കിൽ പോവാം. ബാക്കി ഹീൽ ചെയ്തിട്ട് വേണമെങ്കിൽ ധനപരമായി പ്രൊഫഷണലായിട്ടും ചെയ്യാം. നമുക്കൊരാ രോഗം മാറ്റാം, മറ്റു പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റും. അപ്പോൾ അതിൽ നമ്മൾ ആ സ്വാമി എന്നോട് കുറേ നാളായി പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ബ്രഹ്മചാരിയാണ്. അദ്ദേഹം കാഷായം ഉടുക്കാത്ത ആളാണ്. കാഷായം അങ്ങനെ കൊടുത്താലും മേടിക്കില്ലാത്ത ആളെന്ന് പറഞ്ഞാൽ
ഇത് മതിയല്ലോ, ജ്ഞാനം മതിയല്ലോ. അപ്പോൾ അതേ പറഞ്ഞ എന്നോട് ഇത് മാത്രമായിട്ട് നമുക്ക് പ്രൊമോട്ട് ചെയ്യണം. അതായത് പ്രൊമോട്ട് ചെയ്യാമെന്ന് നമ്മൾ പരസ്യം കൊടുക്കണമെന്നല്ല, റേക്കിയിലൂടെ മാത്രം ജ്ഞാനം വഴി. അപ്പോൾ ഈ മന്ത്രദീക്ഷയും തന്ത്രവും പൂജയും ഹോമവും ഈ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ഇടപാടൊന്നും വേണ്ട. നമ്മൾ ഈ റേക്കി ചെയ്യുക, സാധന ചെയ്യുക, ശുദ്ധി ചെയ്യുക, ദുരിതങ്ങളെ ശുദ്ധി ചെയ്ത് പോവുക. പിന്നെ നമ്മൾ ഈ ജ്ഞാനത്തിൻ്റെ ദീക്ഷ എടുക്കുക. ജ്ഞാനദീക്ഷ എന്ന് പറഞ്ഞാൽ നേരെ എതിരായിട്ടുള്ള ദീക്ഷയാണ്. മനസ്സിലായി? ഇപ്പം നാരായണ റേക്കിക്കല്ല, ഈ ശക്തിപാതനം എന്ന് പറഞ്ഞാൽ ശക്തിയെ ഇങ്ങോട്ട് കൊണ്ടുവരുവാണ്. ആദിശക്തിയെ കൊണ്ടുവന്ന ആദിശക്തി സ്പന്ദമാണ് ബോധത്തോട് ചേർന്നിരിക്കുന്നത്. അഖണ്ഡ ബോധം ആദിശക്തിയായിട്ട് ചേർന്നാണല്ലോ ഇങ്ങനെ ഐക്യപ്പെട്ട്. ആ നില നമ്മളിലെ ആദിശക്തി, നമ്മളിലെ ശക്തിയും ബോധവും ഐക്യപ്പെടുമ്പോഴാണ് നമുക്ക് ബോധനിലയെ അനുഭവിക്കാനുള്ള യോഗ്യത വരിക. അതാണ് ശക്തി ഉപാസനയുടെ പ്രത്യേകതയാണ്. തന്ത്രത്തിലെ ആദിശക്തിയെ ഉപാസിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് ആദിശക്തി സ്പന്ദത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റിയാൽ മാത്രമാണ് അഖണ്ഡ ബോധത്തെ അറിയാൻ പറ്റുള്ളൂ. അവിടെ നിന്ന് നിങ്ങൾ അസ്പന്ദമാകണം, എന്നിൽ അസ്പന്ദമാകണം എന്ന് നാരായണ ഗുരുദേവൻ പറയുന്നില്ലേ, ആ അസ്പന്ദ നിലയാണ് ശിവം. ശക്തി നിലയെ ശക്തി എന്നും നിസ്പന്ദത്തെ, അല്ലെങ്കിൽ നമ്മൾ അസ്പന്ദം എന്ന് പറയാം, നിസ്പന്ദത്തെ ശിവം എന്നും പറയും. അതാണ് ശിവശക്തി ഐക്യം. ശിവശക്തി ഐക്യത്തിൽ നമ്മളിപ്പോൾ ശക്തിയെ അറിഞ്ഞുകൊണ്ടിരിക്കണം. നമുക്ക് തന്നെ ബോധത്തെ അറിയണമെന്ന് വിചാരിച്ചാൽ അങ്ങോട്ട് മാറിയിരുന്ന സമാധിയിരുന്ന ബോധത്തെ അറിയാം. അതൊരു വലിയ പ്രോസസ്സാണ്. പെട്ടെന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ട് സാധിക്കില്ല. ഈ ഒരു കടുകുമണി ദുരിതം പോലും ഇല്ലാത്ത നിലയിൽ ശുദ്ധിയായ ഒരാൾക്ക് മാത്രമാണ് ആ ബോധനിലയിൽ സ്ഥിരമായിരിക്കാൻ പറ്റുള്ളൂ. അത് റേക്കി വഴിയിലും ജ്ഞാനത്തിലേക്ക് എത്താം. അപ്പോൾ ഞാൻ ജ്ഞാനദീക്ഷ റേക്കിയിൽ ആ ജ്ഞാനദീക്ഷ ഉണ്ട്. അതിൽ മാസ്റ്റർ ലെവലിൽ, അതിന് ഗ്രാൻഡ് മാസ്റ്റർ ലെവലിലൊക്കെ ആ ജ്ഞാനദീക്ഷയുടെ സമ്പ്രദായമുണ്ട്. അതിൽ ഞാൻ 4 പേർക്ക് ഇപ്പോൾ ജ്ഞാനദീക്ഷ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ 4 പേർക്കാണ് നമ്മൾ കൊടുത്തിട്ടുള്ളൂ. അവരതിൽ സാധന ചെയ്താൽ അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ അവർ മറ്റു സാധനങ്ങളും ചെയ്യുന്നതുകൊണ്ട് അവർക്ക് ചിലപ്പോൾ തിരിച്ചറിയില്ല. പക്ഷേ റേക്കിയിൽ മാത്രം ഒരാൾ നിൽക്കുകയാണെങ്കിൽ അവർക്ക് നമുക്ക് ജ്ഞാനത്തിലേക്ക് എത്തിക്കാൻ പറ്റും. ജ്ഞാനസമ്പ്രദായം ലോകത്തിൽ റേക്കിയിൽ ഇപ്പോൾ ആരും പഠിപ്പിക്കണില്ല. പഠിപ്പിക്കണില്ല എന്ന് പറഞ്ഞാൽ അത് ആ ബുദ്ധ ലൈനേജ് വീണ്ടും അവർക്ക് കിട്ടിയാൽ മാത്രമേ അത് പറ്റുള്ളൂ. ആ ബുദ്ധനുമായിട്ട് കണക്റ്റഡ് ആയാൽ മാത്രമാണ് ജ്ഞാന വഴി. ബുദ്ധൻ ആ ദീക്ഷ കൊടുക്കണം അവർക്ക്. ബുദ്ധൻ കൊടുത്തിട്ടേ കാര്യമുള്ളൂ. ബുദ്ധൻ കൊടുക്കുമ്പോഴാണല്ലോ ആ ജ്ഞാന വഴി അവരിൽ വരുള്ളൂ. ഇപ്പോൾ റേക്കി മാസ്റ്റർമാർ പഠിപ്പിക്കണവർക്ക് ആ ജ്ഞാന വഴി അവർക്ക് വന്നോളും. കാരണം അവർ ഈ ദുരിതത്തിലുള്ളവരെ ഇപ്പോൾ അങ്ങ് ചോദിച്ച ചോദ്യത്തിന് കുറേ പേര് പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ പറയുന്നില്ല. അവർ പ്രൊട്ടക്ഷൻ ഒന്നും എടുക്കാറിന് കൂടാത്തതുകൊണ്ടാണ്. ഇപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ അതിൻ്റെ ഒരു നിയമങ്ങളില്ലേ, എല്ലാത്തിനും അപകടം ഇല്ലേ, എല്ലാത്തിലും ഒരു റിസ്ക് ഏരിയ ഉണ്ടല്ലോ. അതുകൊണ്ട് ആത്മഹത്യ ഒന്നും ചെയ്യണ റേക്കിക്കാരൊന്നും ഞാൻ കണ്ടിട്ടില്ല. അതൊക്കെ ചുമ്മാ ആൾ പറഞ്ഞു വരത്തന്നെ. റേക്കി പഠിച്ചിട്ട് ആത്മഹത്യ ചെയ്തു പറയും. റേക്കി പഠിക്കാത്തൊരു ആത്മഹത്യ ഉണ്ടല്ലേ, അത് റേക്കി പഠിച്ചുകൊണ്ടൊന്നുമല്ല. റേക്കി പഠിച്ചിട്ട് അങ്ങനത്തെ പ്രശ്നമൊന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. ആത്മഹത്യയിലേക്ക് പോയവൻ തിരിച്ചു വന്നവരെ എനിക്കറിയാം. റേക്കിയെ ഓർത്തിട്ട് അവൻ തിരിച്ചു വന്നവരുണ്ട്. അല്ല, റേക്കി പഠിക്കാൻ വന്നിട്ടുണ്ട് ആത്മഹത്യക്ക് പോയവർ. അല്ലാതെ അതങ്ങനെ ആരെങ്കിലും വെറുതെ പറയണായിരിക്കാനാണ് സാധ്യത. റേക്കി വിദ്യ ഒരാളെ, നിങ്ങളിപ്പോൾ സാധന ചെയ്യണമെന്നിരിക്കുക, വേറെ സാധനകൾ റേക്കി ആ ഒരു വിദ്യയ്ക്കും എതിരല്ല. അതാണ് റേക്കി വിദ്യയുടെ കാരണം. ആദിശക്തി ഉപാസനയാണ്. ഏത് വിദ്യ സാധന ചെയ്യണവർക്ക് ഒരു അനുഭവം ഇല്ലെങ്കിലും റേക്കി ദീക്ഷ എടുത്തു കഴിഞ്ഞാൽ അതിൽ അനുഭവം ഉണ്ടാകാൻ തുടങ്ങും. ഇപ്പോൾ 25 കൊല്ലം സന്ധ്യാവന്തനം ചെയ്യണമെന്ന് ഒരു എക്സ്പീരിയൻസും ഇല്ലയെന്ന് പറയാം. റേക്കി എടുത്തിട്ട് പിറ്റേ ദിവസം തൊട്ട് സന്ധ്യാവന്തനം ചെയ്യാൻ തുടങ്ങുമ്പോൾ അവന് ഒരു ഫീലിംഗ് തുടങ്ങും. എനർജി ഒഴുകണമായിട്ട് മനസ്സിലാവും. ഇപ്പോൾ പിതൃവിന് തർപ്പണം ചെയ്യുമ്പോൾ ഒരു എനർജി പിതൃവിലേക്ക് പോകുന്നവന് മനസ്സിലാവും. എന്ത് തൊഴിലിലും റേക്കി ഉപയോഗിക്കാം. ഇപ്പോൾ അലോപ്പതി ഡോക്ടർമാർ റേക്കി പഠിക്കണവരുണ്ട്. ടി വിയിൽ വന്നിരുന്ന് കുറ്റം പറയും. ഇപ്പോൾ പള്ളിയിൽ അച്ഛന്മാർ റേക്കിക്ക് എതിരെ പ്രസംഗിച്ച അച്ഛന്മാരെ എനിക്കറിയാം. ഏത് പള്ളിയിൽ പ്രസംഗിച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് വന്ന് ആ അച്ഛൻ ഇന്നലെ പറഞ്ഞല്ലോ മാഷെ, അവർ എൻ്റെ അടുത്ത് റേക്കി കൊടുത്ത് ആ റേക്കി പിശാചിൻ്റെ വിദ്യയാണെന്ന് പറയുന്നത് എന്ന് പറയണവരുണ്ട്. പള്ളിയിൽ അച്ഛന്മാർ എൻ്റെ അടുത്ത് റേക്കി പഠിച്ച അച്ഛന്മാരുണ്ട്. പള്ളിക്കകത്ത് ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയണില്ല പാരാന്ന്. കാരണം ഇപ്പോൾ ഞാൻ അച്ഛനെ തിരഞ്ഞുപിടിച്ച് ഞാൻ അയാളെ തീർത്ത് വിളിക്കണ്ടല്ലോ. അപ്പോൾ സന്യാസിമാർ റേക്കി പഠിക്കണവരുണ്ട്. കാരണം ഒരു സന്യാസി എന്നെ ശിവഗിരിയിലൊരു സ്വാമി എൻ്റെ അടുത്ത് വന്ന് റേക്കി പഠിച്ചിട്ടുണ്ട്. ഒരു അനുഭവമില്ല. ഇത്രയും കാലം ഒരു കാടായ കൊടുത്തു 10-40 കൊല്ലമായി, ഒരു ഗുണമില്ല. എന്നാ ചെയ്യേണ്ടത്? അങ്ങനെയൊക്കെ ഫീലിംഗ് ഇല്ല. കാരണം അങ്ങനെയൊക്കെ വേറെ പ്രശ്നങ്ങളുണ്ട്. അത് അങ്ങനെ നമ്മൾ പറഞ്ഞു. പക്ഷേ അവർക്ക് ചെയ്യാൻ പറ്റില്ല. സന്യാസം സ്വീകരിച്ചുകൊണ്ട് കർമ്മം ചെയ്യാൻ പറ്റില്ല എന്ന് പറയണേ. ഈ സാധനമൊക്കെ ഒഴിവാക്കണ്ടേ? കർമ്മഭാവം ഒഴിവാക്കാണ്ട് സന്യാസം സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ വെറും കാഷായം കൊടുക്കാന്നല്ലാണ്ട് വലിയ കാര്യമൊന്നും അതിലില്ല. അതാണ് എൻ്റെ അഭിപ്രായമല്ല. നമ്മളിപ്പോൾ ശുദ്ധി ചെയ്ത് നമ്മൾ കാശിയിലും ബദരിയിലും ഒക്കെ ശുദ്ധി ചെയ്തിട്ട് നമ്മൾ പോയി. കാശിനാഥനെയൊക്കെ നമ്മൾ ശുദ്ധി ചെയ്തൊരു ഗുരുകുലാണ് നമ്മൾ.
എന്ന് പറഞ്ഞാൽ അത് ഗുരുക്കന്മാർ പറഞ്ഞിട്ട് സുബ്രഹ്മണ്യ സ്വാമി പറഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ ഇതൊക്കെ വീണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണ് ജ്ഞാനപാരമ്പര്യം. ഞാനെൻ്റെ 200-300 ഗുരുക്കന്മാരെ ശുദ്ധി ചെയ്തിട്ടുണ്ട്. ചട്ടമ്പി സ്വാമി, നാരായണ ഗുരുദേവൻ, ഇപ്പോൾ ശബരിമല ശാസ്താവിനെയൊക്കെ നമ്മൾ ശുദ്ധി ചെയ്തിട്ട് 6 മാത്രം. അതിനുശേഷമാണ് ഇപ്പോൾ ഇതൊക്കെ പഠിച്ചിട്ട് വന്നതാണ്. അത് ജ്ഞാനപാരമ്പര്യത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് മുഴുവൻ ശുദ്ധി ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എനർജി ലെവലിൽ ഇരുന്ന് വലിയ പണിയാണ്. 3-4 മാസം എടുക്കും നമ്മളതിന് വേണ്ടി. ജപങ്ങളൊക്കെ ചെയ്ത് 10-40 ശിഷ്യന്മാരിരുന്ന് സാധനയൊക്കെ ചെയ്തിട്ടാണ് ചെയ്യണേ. ഇപ്പോൾ കാശിയിലൊക്കെ നമ്മൾ ആ ജ്യോതിർലിംഗേശ്വരൻ കിണറ്റിക്കെടുക്കുക. ഇപ്പോൾ ഈ അടുത്ത കൊല്ലം അത് പ്രതിഷ്ഠിക്കണം എന്നാണ് പറയണേ. പ്രതിഷ്ഠിക്കാന്നുള്ളത് കിണറ്റിൽ നിന്ന് എടുത്ത് പുറത്ത് വയ്ക്കണം. അത് ജ്ഞാനപാരമ്പര്യത്തിന് വൈരുദ്ധ്യം വരുത്തി 10-25,000 കൊല്ലം മുമ്പേ തൊട്ട്. അത് ഹരിശ്ചന്ദ്രൻ്റെ കാലത്തോട്ടുള്ള ദുരിതങ്ങൾ നമ്മൾ പരിഹരിച്ചു. ഇപ്പോൾ ബദരിയിൽ നമ്മൾ പോയിട്ട് വന്നേ ഉള്ളൂ. ഈ കഴിഞ്ഞ സീസണിൽ പോയിട്ട് വന്നേ ഉള്ളൂ. ബദരിനാഥനെ നമ്മൾ ശുദ്ധി ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര വൈരുദ്ധ്യമാക്കി. ബുദ്ധൻ്റെ കാലത്ത് വൈരുദ്ധ്യമാക്കിയതാണ്. അത് ശങ്കരാചാര്യരാണ് ബുദ്ധൻ നിന്ന് വീണ്ടെടുത്തത്. അത് ബുദ്ധന്മാർക്ക് നാശത്തിന് കാരണമായി. കാരണം സ്ഥിതിക്ക് ദോഷം വന്നു. വൈഷ്ണവത്തിൻ്റെ സ്വരൂപത്തിൻ്റെ ആദ്യ സ്ഥാനമാണ് ഈ ബദരി. നമ്മൾ പറഞ്ഞു വന്ന ഈ ബുദ്ധ ലൈനേജിൽ റേക്കി നമ്മൾ ആ ജ്ഞാനദീക്ഷ നമുക്ക് ലഭിച്ചാൽ ഈ റേക്കിയിലൂടെ തന്നെ ജ്ഞാനത്തിലേക്ക്, ജ്ഞാനം എന്ന് പറയുന്നത് അവരവരുടെ സ്വരൂപത്തെ അറിഞ്ഞ ആ ബോധ നിലയിൽ ഇരിക്കലാണ്. അതാണ് ജ്ഞാനത്തിൻ്റെ പ്രഥമ പദവി. അതായത് ജ്ഞാനം എന്ന് പറയുന്നത് മോക്ഷം എന്ന ആളുകൾ പറയണത് ഡിലിറ്റ് ചെയ്തു പോവും എന്ന നിലയിൽ പറയണവരുണ്ട്. അങ്ങനെ പോവില്ല. അങ്ങനെ ഒരു സംഗതിയേ ഇല്ല. അങ്ങനെയാണെങ്കിൽ ശിവനും സുബ്രഹ്മണ്യ സ്വാമിയും ഒക്കെ ഇല്ലാതെയായി പോകണ്ടേ? അവർ പ്രത്യക്ഷ ഗുരുക്കന്മാരാണ്. നമ്മൾ പറയണ പോലെ കഥാഗുരുക്കന്മാരല്ല. അവർ സാന്നിധ്യപ്പെട്ട് ഇരുന്ന് നമുക്ക് സമയം നിശ്ചയിച്ച് വിദ്യ പറഞ്ഞു തന്നവരാ. ആ നിലയിലേക്ക് നമ്മൾ എത്തിയാൽ അവർ നമുക്ക് വിദ്യ പറഞ്ഞു തുടങ്ങാൻ തുടങ്ങും. നമ്മൾ അതായത് നമ്മുടെ ഈ ഭാരതത്തിലെ ജ്ഞാന പാരമ്പര്യത്തിൽ ഇപ്പോൾ 18 സിദ്ധ ഗുരുക്കന്മാരുടെ പരമ്പരയുണ്ട്. സിദ്ധമാർഗത്തിൽ സിദ്ധ ജ്ഞാന വഴി എന്ന് പറയും. അതായത് ഭോഗർ, അഗസ്ത്യർ, അവരുടെയൊക്കെ ആ തിരുമൂലരൊക്കെ ഉള്ള, വാൽമീകിയൊക്കെ ഉള്ള സിദ്ധ 18 ഗുരുക്കന്മാരുടെ എല്ലാം വരുന്ന കാലാങ്കിനാഥ സിദ്ധരൊക്കെ എല്ലാം തന്നെ. അപ്പോൾ ആ സിദ്ധ ഗുരുമണ്ഡലം എന്ന് നമ്മൾ പറയും. അതിൽ അവർ 18 പേര് മാത്രമല്ല. അപ്പോൾ അതേപോലെ തന്നെ സിദ്ധ ഗുരുക്കന്മാർ അതിൻ്റെ പരമ്പരയിലും ഉണ്ട്. ഇപ്പോൾ പുലിപ്പാണിയെ പോലുള്ളവരൊക്കെ ഉണ്ട്. ഇപ്പോൾ ശിവപ്രഭാകര സിദ്ധയോഗിയൊക്കെ കേട്ടിട്ടുണ്ടാവില്ല, അറിയാലോ, ഓമല്ലൂരിൽ സമാധിയായിട്ടുള്ള. അപ്പോൾ അങ്ങനത്തെ ആളുകളൊക്കെ അതിൽ വന്നവരാ. അവരൊക്കെ അതേ നിലയുള്ളവരാ. ഇതേപോലെ തന്നെ വൈഷ്ണവത്തിൽ ജ്ഞാനഗുരുക്കന്മാരുണ്ട്, ശാക്തേയത്തിൽ ജ്ഞാനഗുരുക്കന്മാരുണ്ട്. ഇപ്പോൾ നമ്മൾ സിദ്ധ ഗുരുമണ്ഡലം അല്ലാതെ വേദാന്ത കൺസെപ്റ്റിൽ പോയിട്ടുള്ള ജ്ഞാനഗുരുമണ്ഡലങ്ങളുണ്ട്. ഒരുപാട് ഗുരുക്കന്മാർ. ഇപ്പോൾ വസിഷ്ഠൻ്റെ ഗുരുമണ്ഡലം ഉണ്ടാവാം, വിശ്വാമിത്രൻ്റെ ഉണ്ടാവാം. പക്ഷേ ആ പരമ്പരയിൽ ഈ സിദ്ധ ഗുരുമണ്ഡലത്തിലും മറ്റ് നമ്മൾ വേദാന്ത, അതായത് ശങ്കരവേദാന്തം എന്നാണ് ഇപ്പോൾ പൊതുവെ പറയുന്നത്. ഭാഷ്യകാരനാണ് അദ്ദേഹം, മഹാഭാഷ്യകാരനാണ് ശങ്കരാചാര്യർ. ശങ്കരാചാര്യ വേദാന്തം ഉണ്ടാക്കിയിട്ടില്ല. അദ്ദേഹം അതിന് ഭാഷ്യം ചെയ്ത് നമ്മളെ ഓരോരോ കാലത്ത് ഭാഷയൊക്കെ അനുസരിച്ച്, ഇപ്പോൾ പുതിയ ഭാഷയൊക്കെ നമ്മുടെ ബാലകൃഷ്ണ സാറിൻ്റെയൊക്കെ വന്നില്ലേ, അതുപോലെ വരേണ്ടി വരും. കാരണം ഇപ്പോൾ ഇപ്പോൾ ചട്ടമ്പി സ്വാമിയുടെ മലയാളം വായിച്ചാൽ എനിക്ക് മനസ്സിലാവും. എൻ്റെ പിള്ളേർക്കത് മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ആ മലയാളം ദീർഘമായ വാക്യങ്ങളാണ്. ഒരു പേജിൽ ഒരു വാക്യം തുടങ്ങിയ പുള്ളി 5-6 പേജ് എഴുന്നിട്ടാണ് ഫുൾ സ്റ്റോപ്പ്. അപ്പോൾ അത്ര ദീർഘമായ മലയാള വാക്യങ്ങളൊക്കെ ഉള്ള, ഇപ്പം നമുക്കൊരു ചെറിയ വാക്യങ്ങളെ മനസ്സിലാവുള്ളൂ. അപ്പോൾ അത് വീണ്ടും ചിലപ്പോൾ ചട്ടമ്പി സ്വാമിയുടെ ആശയങ്ങൾ നമുക്കൊരു ഷോർട്ട് നോട്ട് പോലെ ആക്കി ഇനി പബ്ലിഷ് ചെയ്യേണ്ടി വരുമായിരിക്കും, സ്വാമിയുടെ ആശയങ്ങൾ പോവാതെ. അതുപോലെ ഈ ജ്ഞാനപാരമ്പര്യം ഉണ്ടെങ്കിലും ഇപ്പം ഞങ്ങളിതിനെപ്പറ്റി അന്വേഷിക്കുകയും ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും, ഇപ്പോൾ ബദരിയിൽ പോയെന്ന് പറഞ്ഞാൽ മന്വന്തര കാലഘട്ടം വെച്ചാണ് ഞങ്ങൾ മനുവിനെ ശുദ്ധി ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പോൾ അവരുടെ കണക്ക് പുരാണങ്ങളിലൊക്കെ പറയുന്ന കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 125 കോടി വർഷം മുമ്പെയാണ് ഇത് വന്നെ. ഒരു മന്വന്തരം എന്ന് പറഞ്ഞാൽ അത്ര അങ്ങനെ കണക്ക് കൂട്ടിയാ. ആ കണക്കൊന്നും ഇപ്പോൾ നമുക്ക് ആവശ്യമില്ല. എന്തായാലും കോടിക്കണക്കിന് വർഷം മുമ്പേ ഉള്ള ആളാണ് ബദരിയിൽ പെട്ടിരുന്നത്. അപ്പോൾ നമ്മൾ പറയണ അവരൊക്കെ ജ്ഞാനഗുരുക്കന്മാരാണെന്ന് വിശ്വസിച്ചാണ് നമ്മളിരിക്കണത്. ജ്ഞാനമുണ്ട് അവർക്ക്. ഇപ്പോൾ സപ്തർഷികളിൽ ഇപ്പം നമ്മൾ സെർച്ച് ചെയ്ത് നോക്കാം, നമ്മൾ ഗൂഗിളിൽ സപ്തർഷി മണ്ഡലം എന്ന് അടിച്ചു കൊടുത്താൽ, അല്ലെങ്കിൽ സപ്തർഷി എന്നടിച്ചു കഴിഞ്ഞാൽ 2 വിഭാഗം സപ്തർഷികൾ വരും. എന്ന് പറഞ്ഞാൽ 2ലും കോമൺ ആയിട്ട് വന്നത് 2 പേരേ ഉള്ളൂ. ബാക്കി 5 പേര് ഏതോ പ്രക്രിയയിൽ ഏർപ്പെട്ടിട്ട് പെട്ടുപോയി. സപ്തർഷി തന്നെയാണ്, ജ്ഞാനികളാണ്, മഹാജ്ഞാനികളാണ്. പക്ഷേ അവർ ഏതെങ്കിലും ലോകഹിതത്തിനോ വേണ്ടിയിട്ടോ ഈശ്വരൻ നിശ്ചയിച്ചിട്ടോ ഈശ്വര ഗുരു നിശ്ചയിച്ചിട്ടോ എന്തെങ്കിലും ചെയ്തപ്പോൾ പെട്ടുപോയതായിരിക്കാം.
ഇത് ശ്രീ എം ഗുരുജിയുടെ പുസ്തകത്തിൽ അദ്ദേഹം 2 സപ്തർഷികൾ അത് അവിടെ ഇരിക്കുന്നുണ്ടെന്ന് പറയുന്ന ഒരു സൂചന അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ കാണിച്ചു കൊടുക്കുന്നത് പറയുന്നുണ്ട്. അപ്പം ഞങ്ങളതിൽ 2 സപ്തർഷികളെ ശുദ്ധി ചെയ്തിട്ടുണ്ട്. ആരൊക്കെയാണ്? അതിൽ ഒന്ന് പുലഹനും പുലസ്ത്യനും, അങ്ങനെ 2 പേരെ നമ്മൾ ശുദ്ധി ചെയ്ത് അവർക്കുടെ ആ പ്രശ്നങ്ങൾ മാറ്റി ഇപ്പോൾ പരിപൂർണ സപ്തർഷി ജ്ഞാനമണ്ഡലത്തിലേക്ക് അവരെ വന്നിട്ടുണ്ട്. അവരെ ഇപ്പം ഇനി ഉപയോഗിക്കും. ഈ സദാശിവൻ അവരെ വേറെ ഏതെങ്കിലും കാര്യത്തിന് അവരെ ഉപയോഗിക്കാൻ പോകുന്നുണ്ട്. ഇപ്പോൾ ഈ ലോകത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്, അത് പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ സുബ്രഹ്മണ്യൻ്റെ നിർദ്ദേശവും സദാശിവൻ്റെ നിർദ്ദേശവും അതുപോലത്തെ ഗുരുക്കന്മാരുടെ നിർദ്ദേശവും അനുസരിച്ച് ബുദ്ധൻ്റെ തന്നെ ഒരു ശിക്ഷനെ നമ്മൾ ശുദ്ധി ചെയ്തിട്ടുണ്ട്. ബുദ്ധൻ അങ്ങനെ ഒന്നും ആവശ്യപ്പെടാറില്ല. 10-25 കൊല്ലമായിട്ട് നമ്മൾ നിന്നിട്ടും ഈ അടുത്ത കാലത്താണ് അദ്ദേഹം എനിക്ക് ഒരു ശിഷ്യൻ്റെ ഉണ്ടാവും ചെയ്തു തരാമെന്ന് ചോദിച്ച് അനന്തൻ എന്ന് പറയുന്ന ശിഷ്യൻ്റെ നമ്മൾ പൂർണ്ണമായിട്ട് ജ്ഞാനത്തിലായി. അവർ ജ്ഞാനമുണ്ട്, പക്ഷെ ചില പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഈ അഖണ്ഡ ബോധത്തിൽ ലയിക്കാൻ പറ്റില്ല. അപ്പോൾ അത് ശ്രീനാരായണ ഗുരുദേവനും അങ്ങനെ ഉണ്ടായിരുന്നു. നാരായണ ഗുരുദേവന് പൂർണ്ണ ജ്ഞാനമുണ്ട്, പക്ഷേ അദ്ദേഹം ഈ പ്രതിഷ്ഠയൊക്കെ ചെയ്തതുകൊണ്ട് ആ പ്രതിഷ്ഠാബന്ധങ്ങളുള്ളതുകൊണ്ടും പിന്നെ ശിഷ്യന്മാരൊക്കെ ദുരിതത്തിലായതുകൊണ്ടും അങ്ങേർക്ക് ലയിക്കാൻ പറ്റിയില്ല. അങ്ങനെ ലയം നമ്മൾ വരുത്തിയിട്ടുണ്ട്. നമ്മൾ ഗുരുകുലത്തിൽ ഒരു 3-4 മാസം എടുത്തു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ വലിയ ആ അന്ത്യേഷ്ടി ക്രിയ എന്ന നിലയിൽ, അതല്ല അന്ത്യേഷ്ടിയല്ല, അദ്ദേഹത്തിന് പൂർണ്ണ അഖണ്ഡ ലയം വരുത്തി 41 ദിവസം കഴിയുമ്പോൾ ആ ലയത്തിൽ നിന്ന് അവർ തിരിച്ച് ആ സമാധിയിൽ വന്നിരിക്കും. ചട്ടമ്പിസ്വാമി അങ്ങനെ വന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ ചട്ടമ്പിസ്വാമി അവിടുത്തെ പന്മനിലെ അവിടുത്തെ ഭരണക്കാരും അവിടെ താന്ത്രികവും മറ്റതും മറിച്ചതും ചാത്തോട്ടിലും ഒക്കെ തുടങ്ങി സമാധിയിൽ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യണോണ്ട് അദ്ദേഹത്തിന് അവിടെ സ്വാസ്ഥ്യം ലഭിക്കില്ല. സ്വാസ്ഥ്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇല്ല. പന്മനയിൽ ഇപ്പോൾ അദ്ദേഹം ഇല്ല. അദ്ദേഹത്തെ ഞങ്ങൾ ശിവലോകത്തേക്ക്, ശിവൻ പറഞ്ഞിട്ട് സദാശിവ ഗുരുമണ്ഡലത്തിലേക്ക് ആക്കി വെക്കും. അദ്ദേഹം വലിയ നിലയിലായി പിരിക്കണേ. ഇപ്പോൾ അദ്ദേഹം നമ്മൾ കർമ്മത്തിനൊന്നും ഗുരുസ്ഥാനത്ത് വിളിക്കില്ല, സ്മരിക്കുക മാത്രമേ ഉള്ളൂ. അവിടെ ആയിരിക്കണേ. വർഷത്തിൽ വരയ്ക്കുക ഗുരുകുലത്തിൽ സമാധി ദിനത്തിന് വരും. ഇപ്പോൾ അത്രേ ഉള്ളൂ. കഴിഞ്ഞ കൊല്ലം തൊട്ട് അദ്ദേഹം പന്മനയിലില്ല. പന്മനയിൽ ഇപ്പോൾ വെറും അദ്ദേഹത്തിൻ്റെ അസ്ഥികൂടം മാത്രമേ ഉള്ളൂ. ചട്ടമ്പിസ്വാമി ഇല്ല അവിടെ. ചട്ടമ്പിസ്വാമി അവിടെ നിന്ന് പോകാനുള്ള കാരണം എങ്ങനെ പറയാൻ കഴിയും? നമുക്ക് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടി വന്നു. അതാണ് നമ്മൾ ഗുരുമണ്ഡലത്തെ ശുദ്ധി ചെയ്യേണ്ട ഒരാളെന്ന നിലയിൽ നമ്മുടെ ഗുരുകുലത്തെ ആശ്രയിച്ചിട്ടാണ് ഇപ്പോൾ ആ ശുദ്ധി കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സുബ്രഹ്മണ്യ സ്വാമി പറഞ്ഞിട്ട് വേറെ ചില കാര്യങ്ങൾ ചെയ്യുന്ന ആളുണ്ട്. സുബ്രഹ്മണ്യ സ്വാമിയുടെ നിർദ്ദേശം അനുസരിച്ച് ഭാരതത്തിലും ലോകത്തിലും ചില കാര്യങ്ങൾ ചെയ്യുന്ന വേറെ ഗുരുക്കന്മാരും ഉണ്ട്. നമ്മളതിൻ്റെ ആധ്യാത്മിക വശം ചെയ്യണത് നമ്മളാണ്. ഇത് അവിടെയുള്ള ആളുകൾ ഇത് അംഗീകരിക്കും. അവരോട് പോയി പറഞ്ഞു, അവർക്ക് ക്ലാസ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. അവർ ഒരു കർമ്മത്തിൽ അവിടുത്തെ സെക്രട്ടറി പങ്കെടുത്തിട്ടുണ്ട്, ബാക്കി അങ്ങനെ വന്നില്ല. അതെന്നാ പറഞ്ഞാൽ അങ്ങനെ സമാധി പീഠത്തിൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുതെന്ന് പലർക്കും അവിടെ തന്ത്രം കൊണ്ടുവരികയാണ്. തന്ത്രത്തിൻ്റെ അപ്പുറത്തേക്ക്, ശക്തിക്ക് അപ്പുറത്തേക്ക് പോയ ആളാണ് ബോധ നിലയിൽ തന്നെ. ശക്തിസ്പന്ദം അവിടെ അവസാനിച്ചു, തന്ത്രം ഇല്ല. പിന്നെ താന്ത്രിക ക്രിയകൾ ഒട്ടും ചെയ്യാൻ പാടില്ല സമാധി സ്ഥലത്ത്. ഇപ്പോൾ സമാധി ആയെന്ന് പറഞ്ഞ് വെറുതെ കുറേ സ്വാമിമാരിരുത്തിയിട്ടുണ്ട് പലരും. അവരൊന്നും ജ്ഞാനത്തിലെത്താത്തവരാ. ജ്ഞാനത്തിലെത്താത്തവരെ ദയിപ്പിച്ച് കളയായിരിക്കുന്നല്ലേ. ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനം ദയിപ്പിക്കുകയല്ലേ ചെയ്യണേ. പരിപൂർണ ജ്ഞാനത്തിലെത്തിയ ഒരാളുടെ സമാധി എന്തിനാണ് ആവശ്യം? അതിനൊരാവശ്യമുണ്ട്. ആ സമാധി പീഠത്തിൽ, അതായത് ഇപ്പോൾ ചട്ടമ്പിസ്വാമിയുടെ തന്നെ പറയാം, അല്ലെങ്കിൽ നാരായണ ഗുരുദേവൻ്റെ വേണമെങ്കിൽ ഇപ്പോൾ 100-ാം വർഷമാണ്. ആ 100-ാം വർഷം വരുമ്പോൾ ലോകത്തിന് അവർ ഹിതം ചെയ്യുന്നുണ്ടെങ്കിൽ അവരവിടെ ഒരുപാട് പരിപാടികൾ നടത്തും. രാഷ്ട്രപതി, പ്രധാനമന്ത്രി, അമേരിക്കൻ പ്രസിഡന്റ് വരെ ചിലപ്പോൾ വരും. അത്രയ്ക്ക് വലിയ പരിപാടികൾ നടത്തും. പരിപാടികൾ നടത്തുന്നത് നല്ലതാണ്. സ്വാമിയുടെ ആശയങ്ങളും ദർശനങ്ങളും ലോകത്തെ എത്തിക്കണം. അത് എത്തിക്കുക തന്നെ വേണം. ആളുകളത് പ്രാക്ടീസ് ചെയ്യണം. അദ്ദേഹത്തിൻ്റെ നന്മ മനുഷ്യർ മനസ്സിലാക്കണം. അദ്ദേഹത്തെ പോലൊരു ഗുരു ലോകത്തിന് കിട്ടിയത് വലിയൊരു ഭാഗ്യമായിട്ട് കാണണം. പക്ഷേ ശിവഗിരിയിൽ സമാധിയുടെ 100-ാം വർഷം ആഘോഷിക്കുമ്പോൾ അവരൊരു കാര്യം ചിന്തിക്കണം. അവിടുത്തെ സന്യാസിമാർ, ബാക്കി കമ്മിറ്റിക്കാർക്ക് വലിയ കാര്യമൊന്നുമില്ലല്ലോ, ആധ്യാത്മികതയൊന്നും ആവശ്യമില്ല. സന്യാസിമാർക്ക് സമ്പ്രദായം നിലനിൽക്കണ്ടേ? അവരെന്ത് ചെയ്യണം? ഈ ശ്രീനാരായണ ഗുരുദേവൻ മാത്രമേ ഇപ്പം നമ്മൾ ചെയ്തിട്ട് ശുദ്ധി അതായത് ലയിച്ചിട്ടുള്ളൂ. ബാക്കി അവിടെ അദ്ദേഹത്തിൻ്റെ ശിഷ്യ പരമ്പരയിൽ 100 കണക്കിന് സന്യാസിമാർ സമാധിയായി പോയിട്ടുണ്ട്. അവരെല്ലാം അവിടെ ബാധയിലാണ്. ഞാനങ്ങനെ പരസ്യമായിട്ട് പറയുക, കാരണം ഇത് ഞാനില്ലെങ്കിൽ എൻ്റെ വീഡിയോയിൽ പറയും. ഞാനത് പറഞ്ഞിട്ടുണ്ട് ഏതോ എൻ്റെ ഇതിൽ തന്നെ. അപ്പോൾ ഇത് അവരെ ശുദ്ധി ചെയ്ത് ലയിപ്പിക്കാൻ കഴിയണവർക്ക് ഈ 100-ാം കൊല്ലെങ്കിലും അവരുടെ പ്രശ്നങ്ങളും ദുരിതങ്ങളും കഷ്ടതകളും ഉണ്ട്. ശ്രീനാരായണ ഗുരുവിനെ മാത്രം ലയിപ്പിച്ചിട്ട് കാര്യമില്ല. അല്ല, അത് കാര്യമുണ്ട്. അദ്ദേഹത്തിന് പൂർണ്ണ ജ്ഞാനവും അഖണ്ഡ ബോധ ലയവും വന്നു. പക്ഷേ അദ്ദേഹം അവിടെ ഗുരുഭാവത്തിലിരിക്കുക. പക്ഷേ ഈ ബാധകളുടെ ദുരിതം അദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. തൻ്റെ ശിഷ്യന്മാരല്ലേ പലരും. ഇനി ഇപ്പോഴും മരിച്ചുകൊണ്ടിരിക്കുന്നവരും ഉണ്ടാവില്ലേ? ഇപ്പോൾ ഓരോ കൊല്ലം കഴിയുന്തോറും വയസ്സാകുമ്പോൾ ആളുകൾ മരിക്കാന്ന് ഞാൻ പറയണേ. സമാധി ഇന്ന് സന്യാസി ആയതുകൊണ്ട് സമാധി എന്ന് പറയാം. പക്ഷേ അവർ സമാധി ജ്ഞാനത്തിലേക്കൊന്നും എല്ലാവരും വരുന്നില്ല. അതിൽ താല്പര്യം പോലും ഇല്ല. ജ്ഞാന വഴി തന്നെ അവിടെ ഇല്ല.
ജ്ഞാന വഴി തന്നെ പലർക്കും നഷ്ടപ്പെട്ടു. വേദാന്തം പഠിക്കുന്നുണ്ട്, വേദാന്തം പറയും, ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനം മുഴുവൻ കാണാതെ പറയും. ആയിരക്കണക്കിന് ആളുകൾ ശ്രീനാരായണ ഗുരുദേവൻ്റെ എല്ലാ കൃതിയും പറയണവരുണ്ട് കേരളത്തിൽ. 100 കണക്കിന് PhD ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നാരായണ ഗുരുദേവൻ്റെ സമാധി സ്ഥലത്ത് എന്ത് പാടും എന്ത് പാടില്ല എന്നറിയണം. ചട്ടമ്പി സ്വാമിയുടെ സമാധി സ്ഥലത്ത് എന്ത് പാടും എന്ത് പാടില്ല എന്നറിയണം. ഇപ്പോൾ വടകര സിദ്ധാശ്രമത്തിൽ പൂജയും ഹോമമൊന്നും ഇല്ലല്ലോ. അവിടെ സ്വാമിയുടെ സമാധി ഇരിപ്പില്ലേ, ശിവാനന്ദ സ്വാമിയുടെ, അവിടെ ഒന്നുമില്ല. അവിടെ നിങ്ങൾ തൊഴുവാൻ പോലും പാടില്ല. അതാണ് സിദ്ധസമ്പ്രദായത്തിലെ സമാധിയിൽ. സിദ്ധജ്ഞാന വഴിയിലല്ലേ ശ്രീനാരായണ ഗുരുദേവൻ നിൽക്കണേ, സുബ്രഹ്മണ്യ സ്വാമിയുടെ ശിഷ്യനായിട്ട് ചട്ടമ്പി സ്വാമിയുടെ പരമ്പരയിലല്ലേ നിൽക്കണേ. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? അവിടെ എല്ലാ സന്യാസിമാരുടെയും അവരുടെ പ്രത്യേകമോ അല്ലെങ്കിൽ കൂട്ടായിട്ടോ അവർ ഉപാസിച്ച ദേവതകളെ വേർപ്പെടുത്തണം, അവരുടെ ദുരിതങ്ങൾ പരിഹരിക്കണം, പ്രായശ്ചിത്തങ്ങൾ ചെയ്ത് അവരെല്ലാം അവരുടെ അതിൽ ജ്ഞാനമുള്ളവരുണ്ട്. ചട്ടമ്പി സ്വാമി പരമ്പരയിൽ ജ്ഞാനമുള്ള, ഇപ്പോൾ വാഴൂർ ആശ്രമത്തിൽ ജ്ഞാനമുള്ള 2 പേരുണ്ട്. തീർത്ഥവാദ പരമഹംസനും വിദ്യാനന്ദ സ്വാമിക്കും ജ്ഞാനമുണ്ട്. പക്ഷേ അവർ ലയിച്ചിട്ടില്ല. നമ്മളത് അവിടെ പോയി പറഞ്ഞു അവരോട്, അവർക്കത് മനസ്സിലാവണില്ല. അതിലൊന്നും കാര്യമില്ല എന്ന് അവർ പറഞ്ഞു. അവർ വേദാന്തം പറഞ്ഞാണെന്നാണ് പറഞ്ഞത്.